അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. മറ്റൊന്നല്ല, സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ കുരുവട്ടൂരി ത്വരീഖത്തിൽ ചേർന്നാൽ മതി. കുരുവട്ടൂരി ത്വരീഖത്തിൽ ചേർന്നാൽ സിനിമ കാണൽ ഹലാലാണ്. കാണൽ മാത്രമല്ല കേട്ടോ, അഭിനയിക്കലും ഹലാലാണ്, നാടകത്തിൽ സംഗീതം രചിക്കലും ഹലാലാണ്, എല്ലാം ഹലാൽ. ഇനി ആരെങ്കിലും ഹറാമാണെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ 10 കിതാബ് കയറ്റി വരും. പറഞ്ഞില്ല എന്ന് വേണ്ട, ഞങ്ങളെ മശായിഖന്മാരെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല, ഒരൊറ്റയാളും വളർന്നിട്ടില്ല. കാരണം ഞങ്ങളെ മശായിഖന്മാർ നിങ്ങൾ കാണാത്തത് കണ്ടവരാണ്. ഞങ്ങളെ മശായിഖന്മാർ ഖുർആന്റെ നടുക്കഷ്ണമാണ്. അങ്ങനല്ല കേട്ടോ, ഞങ്ങളെ മശായിഖന്മാരാണ് ഖുർആൻ, ഞങ്ങളെ മശായിഖന്മാരാണ് ഹദീസ്. അതുകൊണ്ട് ഞങ്ങളെ മശായിഖന്മാർ ഹദീസിനെതിരായി പറഞ്ഞാൽ, ഖുർആനെതിരായി പറഞ്ഞാൽ, ഇമാമിങ്ങൾ പറഞ്ഞതിനെതിരായി പറഞ്ഞാൽ അതാണ് ദീന്. അതുകൊണ്ട് ഞങ്ങളെ മശായിഖന്മാരോട് കളിക്കണ്ട. ബാബുരാജ് സ്വർഗത്തിലാണ്, പ്രേം നസീർ സ്വർഗത്തിലാണ്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടണോ അഭിനേതാക്കളാകണം, സിനിമയിൽ അഭിനയിക്കുന്നവരാവണം. മാത്രല്ല നരകത്തിൽ ഇപ്പോൾ ഒറ്റ ആളും ഉണ്ടാവില്ല. നരകം ഫുൾ കാലിയാണ്, 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 കാലിയാണ്. കേട്ടോളി. ഞാൻ കോഴിക്കോട് 1 മണിക്കൂർ കല്ലായി പാലത്തിൻ്റെ അവിടെ ഒരു ക്ലബ്ബിൽ കയറിയിട്ട് മഹാനായ ബാബുരാജ് സംഗീതം വായിക്കുക. ഞാൻ 2 മിനിറ്റ് എനിക്ക് ഹാർമോണി തന്നു. 15 മിനിറ്റ് കൊണ്ട് ഹാർമോണി ഞാൻ പഠിക്കുകയും ചെയ്തു. 15 നാടകത്തിൽ ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. 5 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇല്ലാതായിരിക്കും പറയട്ടെ, ഉണ്ടോ? ഇതൊക്കെ നമ്മുടെ കലാപ്രകടനമാണ്. ആറാമ മറ്റേ സ്വർഗത്തിൽ പോകാത്ത പരിപാടിയൊന്നുമില്ല. പോയർത്തോൾ സിനിമയിൽ അഭിനയിച്ച മുഹമ്മദ് റാഫി ഇപ്പോൾ സ്വർഗത്തിലുള്ളത്, പ്രേം നസീർ സ്വർഗത്തിലുള്ളത്. ഇല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? അപ്പൊ സ്വർഗം എന്ന് പറയുന്നത് അല്ല രേഖപ്പെടുത്തുന്നു, അള്ളാന്റെ. മൗലവിമാരെ വെറും മൗലവിമാരല്ല, നേരെ മറിച്ച് മൗലവിമാർക്ക് ഹുത്തുബ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ആള് മൂപ്പർ അഭിനയിക്കുക. ഇവിടെ സിനിമ ഇറക്കിയാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കോമാളിത്തരാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അസ്സലാമലൈക്കും. ചങ്ങായി എന്ത് ഇജ്ജി കാട്ടിലും പോക്കറ്റ് പോയാ എന്ത് ചങ്ങായി ആ ഇജ്ജി കായെടുക്കല്ലോ. വസ്ത്രം സ്വയം സംസാരിക്കുന്ന ഒരു പ്രതീകമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യബോധത്തെയും സൗന്ദര്യബോധത്തെയും അത് പ്രഖ്യാപിക്കുന്നു. എന്നാൽ ചിലപ്പോൾ ഇത് സാധ്യമല്ല. ഉദാഹരണത്തിന്, പർദ്ദയിട്ടൊരാളെ ലോകം കാണുന്നത് മതയാഥാസ്ഥികതയുടെ പ്രതീകമായാണ്. വാസ്തവത്തിൽ സ്ത്രീ സൗന്ദര്യത്തെ ആസ്വദിക്കാനുള്ള പുരുഷാധിപത്യ മോഹങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് പർദ്ദ. ഇൻഫാക്ട് പർദ്ദ സ്ത്രീ സൗന്ദര്യത്തിന്റെ ടോട്ടൽ സ്പിരിറ്റാണ്. ചാലു തൊട്ടടുത്തു നീ നിന്നുവെങ്കിലും കൈതൊടാഞ്ഞതെന്തേ? വേണ്ട. എല്ലാ ക്ലാസ്മേറ്റ്സിനെയും ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. Yes. Evening I go home. You go? I also go. Tomorrow I not coming. You coming canteen? I coming canteen. What a pity girl. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നെ തന്നെ നിന്നെ കേട്ടാൽ നിന്നെ വരെ വന്നിയാരും പോയി നിന്നെ കാണാൻ. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ, എന്നെ തന്നെ ചെന്തേഞ്ഞ. ലോകരാജ്യങ്ങളുടെ സമയബന്ധിത ഇടപെടലുകൾ മൂലം ഭൂഷ ഭരണകൂടത്തിനെതിരായി Salim, you stand up.
out! Get out! زكريا ويحيى وعيسى وإلياس كل من الصالحين. മനസ്സിലാക്കണം ആരാണ് എന്താണ് ഈ കാണിച്ചു കൂട്ടുന്നത്, എന്താണ് എന്ത് തോന്നിയാസം കാണിച്ചത്, എന്നിട്ട് ആരാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന ആള്? ഹത്തീബ് മടവൂര് ഹുത്തുബ പറയുന്ന ഹത്തീബുമാർ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഹത്തീബ് തന്നെ, ഹത്തീബുമാർ ക്ലാസ് എടുക്കുന്ന കാലി ഖുദാത്ത്, ആ കാലി ഖുദാത്ത് അഭിനയിക്കാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഗെറ്റ് ഔട്ട് അഭിനയിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോ വലിയ സഹോദരൻ ഗെറ്റ് ഔട്ട് അടിക്കേണ്ട വർത്താനായത് അല്ലേ? എന്ത് അപകടകരമായൊരു അവസ്ഥയിലേക്കാണ് മുസ്ലിം മതത്തിനെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇതെല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലയിലേക്കാണ്. എന്ത് തോന്നിയാസം കാണിച്ച കേരളമെന്ന് മണ്ടക്കാരെത്താ, അതില്ലാതെ പറ്റൂല. കാരണം നശിപ്പിച്ച് പൊളിച്ചടുക്കിയിട്ട് ഞങ്ങൾ അടങ്ങുന്ന കേരളമെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെക്കുക. എന്നിട്ട് ഈ ജാതി തോന്നിയാസങ്ങൾ സിനിമ പോലും അഭിനയിച്ച് അത് പുറത്തിറക്കുക. ഇസ്ലാമിക ദഅ്വാ രംഗത്തെ സജീവ സാന്നിധ്യമാണ് പോൽ. എന്നിട്ട് അതിനിടയ്ക്ക് വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിനെ പരിഹസിക്കുക. ഇനിയിപ്പോ അടുത്ത പണി എന്താന്ന് വെച്ചാല് നിങ്ങൾ ഗൗരവത്തോട് ഇത് മനസ്സിലാക്കണം. അടുത്ത പണി എന്താന്ന് ചോദിച്ചാൽ മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ ഇറക്കാൻ പോവാണ്. മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ ധാരാ ശബാബാണ് കേട്ടോ. മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ, മുഹമ്മദ് നബിയെ കുറിച്ച് സിനിമ. എന്നിട്ട് ഇതിൽ പറയുന്നുണ്ട്, വിവാദങ്ങളും പിഴവുകളും ഒഴിവാക്കാൻ വേണ്ടി ഖത്തറിലെ പ്രശസ്ത പണ്ഡിതനായ യൂസുഫുൽ കർദാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചിത്രത്തിനായി ഗവേഷണം നടത്തുന്നത്. മുഹമ്മദ് നബിയെ കുറിച്ച് കാർട്ടൂൺ വരച്ചപ്പോ അതിനെതിരെ ബഹളമുണ്ടായി. അതുകൊണ്ട് അയാൾ കവർ ചെയ്യാൻ ഇത് ശ്രമിക്കുന്നുണ്ട്. പണ്ട് ബഹളം ഉണ്ടായിട്ടുണ്ട്. ആ ജാതി ഒരു തരത്തിലുള്ള ബഹളത്തിനും ഞങ്ങൾ ചാൻസ് കൊടുക്കാത്ത രൂപത്തിലായിരിക്കും. പ്രവാചകന്റെ ദൃശ്യങ്ങളും ശബ്ദങ്ങളും ഇല്ലാതെ കഥ പറയുവാനാണ് ശ്രമം. മുഹമ്മദ് നബിയുടെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ ചിത്രത്തിലുണ്ടാകും. പ്രവാചകത്തിൽ ലഭിച്ച 40 വയസ്സ് മുതലുള്ള ചരിത്രങ്ങളാവും കൂടുതലായി ആവിഷ്കരിക്കുക. ഇസ്ലാമും പാശ്ചാത്യ സംസ്കാരങ്ങളും തമ്മിൽ അകലം കുറക്കുക ലക്ഷ്യമിടുന്നുവെങ്കിലും ഭീകരതയും തീവ്രവാദവുമായി ഇസ്ലാം കൂട്ടിവായിക്കപ്പെടുന്ന സമയത്ത് പ്രവാചകനും അനുയായികളും മുന്നോട്ട് വെച്ച മതത്തെ കാണിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യമെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. അപ്പോ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ വിവാദമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പടം ഇറക്കാം, സിനിമ ഇറക്കാം. അങ്ങനെ മുഹമ്മദ് നബിയുടെ പടം ഇറക്കാൻ പോവാണ്, സിനിമ ഇറക്കാൻ പോവാണ് എന്നാണ്. നിങ്ങൾ നാലിച്ചു അള്ളാന്റെ ഖുർആൻ ആക്ഷേപിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെരുവിൽ ആക്ഷേപിക്കുക. അതിനു പുറമെയോ